ബലിപ്പെരുന്നാൾ പൊട്ടിക്കണ കളിത്തോക്കല്ല കാണണ പവറ് കണ്ടോ. മണവാളൻ. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മുടെ ഹൽദിയുടെ ദിവസമാണ്. അപ്പൊ നമ്മളിപ്പോ ഉറക്കത്തിൽ എണീച്ച വഴിക്ക് തന്നെ ഞാൻ കണ്ടത് രണ്ടാൾക്കാരെയാണ് ഇന്ന് കണി കണ്ടത്. അതാരാന്ന് ഞാൻ കാണിച്ചുതരാം. ക്യാമറ തിരിച്ചു കൊടുക്ക് പോണി. ഇതാ ഇവരാണ് ഇന്ന് എന്റെ ഇത് രാവിലെ ഉറക്കത്തിൽ എണീച്ചപ്പോഴേ കണ്ട കണി. ഇവരെന്നെ എണീപ്പിച്ചു. ഇനി ഇത് എന്നെ റെഡിയാക്കി ഒരുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇവരുടെ കലാവിരുദ്ധം എങ്ങനെ ഉണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ അങ്ങനെ ഹൽദിക്ക് നമ്മള് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇതൊരു ചെറിയൊരു കോട്ട് കൂടി ഇടേണ്ട ആവശ്യമുള്ളൂ. കഴിഞ്ഞു. അങ്ങനെ നമ്മള് ഹൽദി പരിപാടികൾക്ക് ഇറങ്ങാൻ പോവാണ്. എന്തായാലും നിങ്ങളുടെ മേക്ക് ഓവറിന്റെ ടീമിന്റെ പേരെന്താണ്? ബ്ലൂംസ് മേക്ക് ഓവർ. എന്നെ മേക്ക് ഓവർ ചെയ്ത് ബ്ലൂംസ് മേക്ക് ഓവർ ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ മേക്ക് ഓവർ ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി എന്ത് ചെയ്ത് ഇതുപോലെ മേക്ക് ഓവർ മേക്കപ്പ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്ത് അടിപൊളിയാക്കി കൈ തരും. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് പരിപാടികൾ പോവാം. പുറത്ത് റൂമിൽ നോക്കുമ്പോ ഇതാ നമ്മുടെ വലിയ കുട്ടി ഷാനാസ്. ഇതാ അപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ലെഫ്റ്റ്. തിരിഞ്ഞു നോക്ക്. റെഡി ആവണോ കാണിക്കുന്നത്. ഇതവിടെ ഒക്കെ ഇതാ പ്രിപ്പറേഷൻസ് നടക്കുകയാണ്. നമ്മുടെ ഒരുക്കം കഴിയാൻ കാത്തിരിക്കായിരുന്നു മസ്താനി. ഇതാ അവിടെ വന്ന് മിററിൽ വന്നിട്ട് ഇതാ ഇരുന്ന് മേക്കപ്പ് ചെയ്യാതിരിക്കേ. ഇതാ വേഗം ഒന്ന് ഒരുങ്ങോ, പോണം. ഇതൊക്കെ പറഞ്ഞോ. ശരി, അപ്പുറത്തും എന്താ ഒരുക്കങ്ങൾ നടക്കണുള്ളു. ഇവിടെ മാമി ഇതാ കുട്ടീനെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇതാ അവിടെ ഉപ്പയും മാമൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാരും മഞ്ഞിന്റെ ഇതാ മാമാക്ക് ഇതാ ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കുക തോന്നുന്നു. തന്തേണ്. ഇതാ ഇവിടെ കിടക്കണ ഓടി കിടക്കണ 5-6 കുട്ടികളില്ലേ. ആമിന. അങ്ങനെ ഇവിടെ കിടക്കണ 5-6 കുട്ടികളുടെ തന്തയാണ് ഇരിക്കുന്നത്. എന്നിട്ട് ആ കുട്ടി എന്തൊക്കെ അംഗമിട്ടാന്നറിയോ. ഞങ്ങളുടെയൊക്കെ പാരമ്പര്യമായിട്ട് അങ്ങനെ ഒരു ആവശ്യമില്ല ഞങ്ങൾക്കില്ല. കാരണം കാരണന്മാരായിട്ട് തന്നെ നല്ല വൃത്തി മേനയുള്ളവരാണ്. അതാണ്. അപ്പൊ ഉപ്പ എന്ത് ചെയ്ത് ഒരുങ്ങിയിട്ടുണ്ട്. എല്ലാരും മഞ്ഞ കളറിൽ തന്നെ, മഞ്ഞ തീമിൽ തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടികൾ നോക്കാം. അപ്പൊ അങ്ങനെ നമ്മള് ഹൽദിയുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. പൊന്നാനിയുള്ള ഇത് ലേക്ക് വ്യൂ സ്ക്വയർ എന്നുള്ള റിസോർട്ടിലാണ് നമ്മുടെ ഈ ഹൽദി നടക്കുന്നത്. വാ നമുക്ക് നോക്കി നോക്കാം, ഉള്ളിൽ പോയി നോക്കാം. ഹായ്. നമുക്ക് എന്ത് ചെയ്ത് ശാലുവിന്റെ ഒക്കെ ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ട്. പിന്നെ ഏതൊരു അപശബ്ദം കേൾക്കുന്നുണ്ട്. നമുക്ക് ആദ്യം പോയിട്ട് നമ്മുടെ ബ്രൈഡിനെ കാണാം. ഇതൊക്കെ ഇപ്പൊ നമ്മളെ അല്പം വന്ന ആൾക്കാർ തന്നെയാണ്. അത്ഭുതമില്ല. ഇതാ നിൽക്കുന്നു നമ്മുടെ ബ്രൈഡ്. വാവ്, ഇതേതാ ശബ്ദം. വാവ്, സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്ത് ഇതാരാണ് ഇത്ര രസമായിട്ട് മേക്കപ്പ് ചെയ്തത്? എന്നിട്ട് മേക്കപ്പ് അരച്ച് പോയോ? പോയില്ലേ? ചെറുതായിട്ടൊന്ന് ഇച്ചിരി ലേറ്റ് ആയിരുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടു ഡ്രസ്സിങ്. ഇനിയിപ്പോ നമ്മുടെ ഇവിടുത്തെ ലൊക്കേഷൻ കാണിച്ചു തരാം. ബാ ഇതിന്റെ ഡെക്കറേഷൻസ് നോക്കി നോക്കട്ടെ. ഇവിടെ നമ്മുടെ വെൽക്കം ടു ഹൽദി, മണവാളൻ ആൻഡ് മണവാട്ടി. അങ്ങനെ നമ്മുടെ ഇതൊക്കെ ഇത്രയും ഒരുക്കി സെറ്റ് ആക്കിയിട്ടുള്ളത് ഡ്രീംസ് വെഡിങ് ഇവന്റ്സ് ആണ്. ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കിയോട്ടെ. ഒരു ഡെസ്റ്റിനേഷൻ ടൈപ്പ് ഹൽദിയാണ് നമ്മൾ ഉദ്ദേശിച്ച് എന്ത് ചെയ്ത് ഉണ്ടായിരുന്നത്. ഇതിലിരുത്തിയിട്ട് എന്ത് ചെയ്ത് ഒരു സാധനം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് നമ്മുടെ പരിപാടിയിലേക്ക് കുറച്ച് കഴിഞ്ഞ് കിടക്കും. ഇപ്പൊ ഇതാ നല്ല ലേക്കായിട്ട് പുഴയോരത്തൊരു ഡെസ്റ്റിനേഷൻ ടൈപ്പ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ശാലുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ലേക്ക് സൈഡിൽ എന്ത് ചെയ്ത്. 2 കണ്ടീഷനാണ് ശാലു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് എന്ത് ചെയ്ത് ഡെസ്റ്റിനേഷൻ ടൈമിൽ പുഴയുടെ അടുത്താവണം, പിന്നെ ഈ ഉരുളിയിൽ ഇരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ടായില്ലേ? അത് മനസ്സറിഞ്ഞ് ചെയ്യണതാണ് അല്ലേ. അതാണ് മനപ്പുരത്ത് എന്ന് പറയണത് അല്ലേ. ഓക്കെ, അത്യാവശ്യം നമ്മുടെ ഹൽദി ആംബിയൻസ് എത്തിയിട്ടുണ്ട്. മേലെ നിൽക്കുമ്പോ ഒരു അപശബ്ദം കേട്ടിരുന്നു. അപശബ്ദതാ അതിന്റെ ഉടമയാണതാ. എവിടെ ഭാവത് ഷാജുവോ? അന്റെ പെണ്ണെന്തി? ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ
ഇതുവരെ ഹോസ്റ്റ് ചെയ്തതിൽ വൺ ഓഫ് ദ സ്പെഷ്യൽ ഒരു പ്രോഗ്രാം ആയിരിക്കും ഇത്. പ്രോഗ്രാം എന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ സ്വന്തം ഫാമിലി ഫംഗ്ഷൻ ആണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ഫംഗ്ഷനിലേക്ക്, നമ്മളുടെ ഈ ഒരു ഗ്യാദറിംഗിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരു warm welcome and very welcome to our own Manavalans Haldi. അങ്ങനെ മണവാളന്റെ ഫാമിലിക്കും മണവാട്ടിയുടെ ഫാമിലിക്കും ഒക്കെ സ്വാഗതം. പക്ഷേ ഏറ്റവും കൂടുതൽ സ്വാഗതിച്ചിട്ട് ആരാ? മണവാളനും മണവാട്ടിനെ നമുക്ക് ആദ്യം ഈ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം അല്ലേ? ചെയ്യണ്ടേ? ഓക്കെ, അപ്പൊ മണവാളൻ ആൻഡ് മണവാട്ടി പ്ലീസ് കം. मेहंदी भी रची है हाथों में, मिट्टी की खुशबू है सांसों में, सज गए सपने आँखों में, हल्दी की रंगत रंग लाई है, हल्दी की रंगत रंग लाई है, शगुन के गीत सब गाए हैं, हल्दी की रंगत रंग लाई है, शगुन के गीत सब गाए हैं. ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതെന്താന്ന് കാണാൻ എല്ലാരും വെയിറ്റിംഗ് ആണ്. ഉമ്മ താടിക്ക് തട്ടിട്ടിരിക്കുന്ന ഉമ്മ, ഫസ്റ്റത്തെ ഉമ്മ വെയിറ്റ്. നമുക്ക് കാണണ്ടേ സർപ്രൈസ്? ഓക്കെ, അവിടെ ഓക്കെ. അപ്പൊ നമ്മളൊരു KGF സ്റ്റൈൽ ഒരു സാധനം പെടക്കുന്നുണ്ട് അല്ലെ? മണവാള വിളിക്കട്ടെ? അപ്പൊ ഇത് അറേഞ്ച് ചെയ്ത ആളുകളൊക്കെ സ്റ്റേജിൽ വന്ന് ഈ സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെൽക്കം ചെയ്യാണ്. മഞ്ഞപ്പൊടി ആവുന്നൊക്കെ ഇവിടെ പലവിധ അഭിപ്രായങ്ങളുണ്ട്. എന്താ മുളക് പൊടി? ആ, മുളക് പൊടി. മണവാള എന്തായിരിക്കും കണ്ടറിയാലേ? റെഡിയാണോ എല്ലാരും? ഓക്കെ, അപ്പൊ പവർ നമുക്ക് കാണാലേ? പ്രത്യേകം പറയാനുള്ളത്, ഇത് പൂരത്തിന് കളിക്കണ പള്ളിപ്പെരുന്നാളിൽ പൊട്ടിക്കണ കളിത്തോക്കല്ല. കാണണ പവറ് കണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത കലാപരിപാടിയിലേക്ക് കടക്കുവാണ്. ഇതിനായിട്ട് നമ്മൾ എല്ലാവരെയും സ്റ്റേജിലേക്ക് വരാൻ റിക്വസ്റ്റ് ചെയ്യാണ്. വിളിക്കട്ടെ? അപ്പൊ എല്ലാവരും, നമ്മളൊരു ഡിഫറെന്റ്, ഇതുവരെ കാണാത്തൊരു ഹൽദി ഫംഗ്ഷൻ ആണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത്. മണവാളം എന്ന് പറഞ്ഞാല് ഡിഫറെന്റ് ആണ് അല്ലെ? നമ്മൾ എപ്പോഴും സെയിം കാര്യം എക്സ്പെക്ട് ചെയ്യരുത് മണവാളിന്റെ അടുത്തുനിന്ന്. സോ അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇപ്രാവശ്യം എന്തായാലും വരണം. നമ്മുടെ ടീം എല്ലാവരും ഇപ്പൊ സ്റ്റേജിൽ കയറി പാട്ട് പാടുന്നതാണ്. ഗൈസ് കം ഓൺ, കേറ്. വാ എല്ലാരും വാ. കം ഓൺ എവരിബഡി. റാഷ്ദലി വാ, വരൂ. ഞങ്ങൾ സൈഡിൽ നിൽക്കാം, നിങ്ങൾ സെന്ററിൽ നിന്നു. കിളിങ്ങിണോ അലക്ക വിട്ട് മിനുങ്ക സവണി തട്ട വിട്ട് മുന്തിരി ചുണ്ടിൽ പുഞ്ചിരി ഇട്ട് വാടി മെഹറുബാ, ഒന്ന് വാടി മെഹറുബാ, മെഹറുബാ മെഹറുബാ, മുതുകത്തനെ മെഹറുബാ,
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഞാൻ അടുത്തതായിട്ട് ബാവ ഒറ്റക്ക് ഗ്രൂപ്പ് സോങ് പാടുന്നതാണ്. ദേശീയഗാനം വരെ ഒറ്റക്ക് പാടിയിട്ടുണ്ട് അത്ര. സോറി, ബാബ ആടും. മണവാളം പറയും ബാബ ആടും. ബാബ പാടണം. മുത്തേ സത്യം. ബാവയുടെ കല്യാണത്തിനൊക്കെ ഞാൻ പോയിട്ട് ഏറ്റവും വലിയ കോഴിക്കുള്ള അവാർഡ് കൊടുത്തിട്ട് എന്ത് ചെയ്ത് സ്വീകരിച്ച ഒരാളാണ് ബാവ. അപ്പൊ ബാവ ഈ പരിപാടിക്ക് പാട്ട് പാടിയേ പറ്റൂ. ആ, 2 പേര് പാട്ട്. ഷാജു ബാവയോടൊപ്പം ഷാജു ഉണ്ടാവും. തുടക്കത്തിന് വേണ്ടിട്ട് സെലിബ്രിറ്റി അല്ലാത്ത, സ്റ്റേജ് പേരില്ലാത്ത ഇത്രയും പ്രസംഗിച്ച് എനിക്ക് ഇവിടെ നിന്ന് പാടാൻ യാതൊരു മടിയില്ലെന്നറിയില്ലേ? പേടിയില്ലാന്ന് അറിയാലോ. ഏത് പാട്ടാ ഞാൻ തുടക്കം വെക്കണ്ട്? ഇവർക്ക് തുടക്കം വെക്കാൻ അത്ര പണി. അപ്പൊ ഞാൻ ഫസ്റ്റ് ഏത് പാട്ടാ പാടുണ്ട്? ഈ പറയണ പാട്ട് ഞാൻ പാടും. പക്ഷെ എനിക്ക് എന്നാ നിനക്ക് ഇഷ്ടമുള്ള പാട്ട് തന്നെ പറയും, ഞാൻ പാടാം. നീ അറിഞ്ഞോ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നല്ലോ. നീ അറിഞ്ഞോ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. മുത്തശ്ശിമാർക്ക് ഇഷ്ടം പോലെ കുടിക്കാമല്ലോ. നീ അറിഞ്ഞോ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. കൈകളിലേന്തി പാലും പഴവും കൈകളിലേന്തി പാലും പഴവും കൈകളിലേന്തി അല്ല പാലും പഴവും കൈകളിലേന്തി ഇപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ ഹൽദി പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ പോവാണല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? ഇതുപോലത്തെ ഒരു ഹൽദി വല്ല കണ്ടിട്ടുണ്ടോ? ഇല്ല. സാധാരണ വ്യത്യസ്തമായിട്ട് 1-2 പ്രോഗ്രാം എപ്പോഴും നമ്മുടെ ഓരോ പരിപാടിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. എന്താ വെച്ചാൽ ബി യൂണീക്ക്, എപ്പോഴും ഡിഫറെന്റ് ആയിട്ട് നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മണവാളൻ എപ്പോഴും വെറൈറ്റി ആയിട്ട് നിൽക്കണം അല്ലേ? അതുപോലെ ഇനി മണവാട്ടിയും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പൊ മണവാട്ടിയും വെറൈറ്റി ആയിട്ട് തന്നെ നിൽക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ഒക്കെ നമ്മുടെ ഈ ചാനൽ, അതായത് മണവാളന്റെ ഫാമിലി ചാനലിലാണ് നമ്മൾ വരുന്നത്. അപ്പൊ എല്ലാവരും ഇത് പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യേ. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യേ, ലൈക്ക് ചെയ്യേ, വീഡിയോ ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യേ. ഓക്കെ, ബൈ.